വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. ഈ ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റ് ഒരു ചെറിയൊരു പാടാണ്. അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ഇതുവരെ പറഞ്ഞ സംഗതികളിൽ ചെറിയ ഒരു നമ്മൾ തൊടാതെ പോയൊരു ചെറിയൊരു ഭാഗം എന്ന് മാത്രം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതുപോലെ ആന്റി പാർട്ടീഷൻ സ്ട്രഗിൾ, അതുപോലെ സ്വദേശി എന്ന സമര പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ വിഭജനം, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടു. അതിന് ഭാഗമായിട്ട് അതിനെതിരെ ഉണ്ടായിട്ടുള്ള സമരങ്ങൾ, പിന്നെ സ്വദേശി പ്രസ്ഥാനം. നമുക്ക് രണ്ട് തരം വിഭജനം ശരിക്കും പരിചയമുണ്ട്. ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നമുക്ക് ശരിക്കും പരിചയമുണ്ട്. ഈ പലതരത്തിലുള്ള ഭരണപരമായ സംവിധാനങ്ങളോ ഭാഷാപരമോ പ്രാദേശികമായിട്ടുള്ള ന്യൂനപക്ഷ അംഗീകാരം, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭജനം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ മാറി താമസിക്കാൻ നിർബന്ധിതരാകും. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് അത്തരത്തിലുള്ള ഒരു വിഭജനം സംഭവിച്ചിട്ടുണ്ട്. ആ വിഭജനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 1905 കർസൻ പ്രഭു ഭരണം മെച്ചപ്പെടുത്താനെന്ന വ്യാജേന ബംഗാൾ വിഭജിച്ചു. ഈ ഇയർ വളരെ ഇമ്പോർട്ടൻ്റാ. 1905 അഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർസൻ പ്രഭു, പേര് നോക്കണം, കർസൻ പ്രഭു ഭരണം മെച്ചപ്പെടുത്താൻ പോവുകയാണ്, ഭരണം ഭരിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ വിഭജിച്ചു. അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഭരണം മെച്ചപ്പെടുത്തലൊന്നുമല്ല, അവിടെ നിന്നുണ്ടാകുന്ന ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ തടയുക. അപ്പൊ രണ്ട് ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ആ ഭാഗമായിട്ടുള്ള കോണ്ടാക്ട് കുറയും. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ തടയുക എന്നതായിരുന്നു ലക്ഷ്യം. കർസൻ പ്രഭു അത്തരം പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും എതിർക്കുകയും കോൺഗ്രസിനോടുള്ള തന്റെ ശത്രുത പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ വിഭജനം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുത്തി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഈ വിഭജനം കണ്ടിട്ടും അത് പ്രയാസം കണ്ടിട്ടും അത് വളരെ നിസ്സംഗരായിട്ട് ഇങ്ങനെ കണ്ടുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഇതാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം ആരാണ്, എന്നാണ്, എന്തായിരുന്നു അതിന് ലക്ഷ്യം, അതിൽ പ്രധാനമായിട്ട് അവരുടെ രീതി എന്തായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങളുടെ പങ്ക് ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരമായി തീവ്രവാദികൾ ഇതിനെ കണ്ടു. ബംഗാൾ വിഭജനം ഉണ്ടായ സമയത്ത് ഇപ്പൊ നമുക്കൊരു ചാൻസ് ആണ്, ആളുകളെ മുഴുവൻ സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ഈ ഘട്ടത്തിൽ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അതിന് പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവര് ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാൻ വിസമ്മതിച്ചു. അതുപോലെ കടകളൊക്കെ പിക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. വിദേശ വ്യാപാരം നിർത്തലാക്കിപ്പിച്ചു. പണിമുടക്കുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വിവിധ ചെറുത്തുനിൽപ്പ് നടപടികൾ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ സജീവമായി പങ്കെടുത്തു എന്നതാണ്. പക്ഷേ 1911 വരെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടത്ര ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും നേടിയിരുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കാം. അധികമൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. ഡൽഹൌസി പ്രഭുവിന്റെ പിൻഗാമിയായിരുന്നു കർസൻ പ്രഭു. കടുത്ത സാമ്രാജ്യത്വവാദിയും സ്വേച്ഛാധിപത്യ മനോഭാവവും അദ്ദേഹത്തിന്റെ രീതികൾ നിഷ്കരുണനുമായിരുന്നു. കടുത്ത സാമ്രാജ്യത്വവാദിയായിരുന്നു, സ്വേച്ഛാധിപത്യ മനോഭാവമുള്ള ആളായിരുന്നു, നിഷ്കരുണനായിരുന്നു. അദ്ദേഹം ഗവർണറായ കാലം, അഥവാ 1899 മുതൽ 1905 വരെ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിന്റെ രൂപീകരണ ഘട്ടത്തിലായിരുന്നു. അറിയാം, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നത്. 1905 വരെ മിതവാദികളുടെ കാലഘട്ടമാണ്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിന്റെ രൂപീകരണ ഘട്ടത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്യായവും ദുഷിച്ചതുമായ മാർഗങ്ങളിലൂടെ, ദുഷിച്ചതുമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയതയെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താൻ കർസൻ പ്രഭു ശ്രമിച്ചു. അതിന്റെ ഭാഗമായി അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പരിപാടിയായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. അപ്പോ കർസൻ പ്രഭു ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ബംഗാൾ വിഭജനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായി. ഇതില് കർസൻ പ്രഭുവിന്റെ പിന്തിരിപ്പ് നയങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഇന്ത്യക്കാരെ ഒട്ടും പരിഗണിച്ചിട്ടില്ല.
1899 കൽക്കട്ട കോർപ്പറേഷൻ ആക്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൽക്കട്ട കോർപ്പറേഷൻ ആക്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ഇന്ത്യക്കാർക്ക് സ്വയം ഭരണം നിഷേധിക്കുകയും ചെയ്തു. ഒന്നാമത്തെ പ്രശ്നം അതാ. അദ്ദേഹത്തിന് ഒന്നാമത്തെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർസൻ പ്രഭുവിന്റെ പിന്തിരിപ്പൻ നയങ്ങൾ. ഈ ബംഗാൾ വിഭജനത്തെ പറ്റി എഴുതുക എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് എഴുതേണ്ടത്. കർസൻ പ്രഭുവിന്റെ പിന്തിരിപ്പൻ നയങ്ങൾ. അതിൽ ഒന്നാമത്തെ നയം എന്താണ്? 1899 കൽക്കട്ട കോർപ്പറേഷൻ ആക്ട് പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. പാടുണ്ടോ? പാടില്ല. ഇന്ത്യക്കാർക്ക് സ്വയം ഭരണം നിഷേധിക്കുകയും ചെയ്തു. ഇനി 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം അത് നടപ്പിലാക്കിയിട്ട് സർവകലാശാലകളുടെ ഔദ്യോഗിക നിയന്ത്രണം വർദ്ധിപ്പിക്കാനും യുവാക്കൾക്കിടയിൽ ദേശീയത പടരുന്നത് തടയിടാനും ലക്ഷ്യമിട്ടു. ഇത് അദ്ദേഹം രണ്ടാമത്തെ പ്രശ്നം. ഇനി 3, കർസൻ ഇന്ത്യക്കാരെ പുച്ഛത്തോടെയും അവഹേളിക്കുകയും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെ? ബംഗാളികൾ അദ്ദേഹം ഭീരുക്കൾ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ വിൻഡ് ബാഗുകൾ, ആളുകൾ ഇങ്ങനെ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാഗ്, അതാണ് വിൻഡ് ബാഗ്. അപ്പൊ ആ ബാഗുകളാണ് ബംഗാളികൾ എന്ന് പറഞ്ഞു. അപ്രായോഗികമായി സംസാരിക്കുന്നവരാണ് ബംഗാളികൾ എന്ന് പറഞ്ഞു. വെറും ദേശസ്നേഹികൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം ബംഗാളികളെ വിശേഷിപ്പിച്ചത്. എന്തിനു പറയണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കാണാൻ പോലും അദ്ദേഹം വിസമ്മതിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ദേശീയ പ്രസ്ഥാനമാണ്. ഈ കർസൻ പ്രഭു ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ അതിന്റെ പ്രസിഡന്റിനെ കാണാതിരിക്കാൻ ശരിയല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് പോയി കാണും. പക്ഷെ പ്രസിഡന്റ് കാണാൻ ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചില്ല. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ബംഗാൾ വിഭജനമായിരുന്നു. ബംഗാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ദേശീയതയെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു രാഷ്ട്രീയമായ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പരിപാടിയായിരുന്നു ഇതെങ്കിലും ഇത് ആത്യന്തികരമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് വിനാശകരമാണ് തെളിഞ്ഞു. അപ്പൊ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കർസൻ പ്രഭുവിന്റെ പിന്തിരിപ്പൻ നയങ്ങൾ. ബംഗാൾ വിഭജനം എന്താണെന്ന് പറഞ്ഞു, കർസൻ പ്രഭുവാണ് അതിന്റെ ആളെന്ന് പറഞ്ഞു, കർസൻ പ്രഭുവിന്റെ പിന്തിരിപ്പൻ നയങ്ങളെ പറ്റി പറഞ്ഞു. ദെൻ നമ്മൾ ഇനി പറയുന്നത് ഇതിന്റെ സ്വാധീനം എന്തായിരുന്നു. ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാധീനം, കർസൻ പ്രഭുവിന്റെ ഈ ഒരു സമീപനം കാരണം ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നയങ്ങൾ ശക്തമായ പ്രതികരണത്തിന് കാരണമാവുകയും രാജ്യത്ത് ഒരുതരം രാഷ്ട്രീയ ഉണർവിന് ആക്കം കൂട്ടുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യം ദേശീയ സത്വത്തിന്റെ ശക്തമായ ബോധ്യത്തിന് കാരണമായി നടത്തും. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യം കാരണം നന്നായിട്ട് ദേശീയത വളരാൻ കാരണമായി. അതുകൊണ്ട് കർസൻ പ്രഭു ശരിക്കും അദ്ദേഹം ഉദ്ദേശിക്കാതെ തന്നെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചോദക ഘടകമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഒറ്റ ഭാഗം കൂടി, സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം. ഇരുപതാം നൂറ്റാണ്ടിലെ ആധുനിക ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രസ്ഥാനങ്ങളാണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇതെന്താ സംഭവം എന്ന് പറയാം. ആദ്യമായിട്ട് സ്ത്രീകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഘോഷയാത്രകളിലും വിദേശ നിർമ്മിത സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ പിക്കറ്റിങ്ങിലും പങ്കെടുത്തു. ഇതുവരെ സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അപൂർവം ചില സ്ത്രീകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ സാധാരണ സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. ഇപ്പോ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ സ്ത്രീകൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ തുടങ്ങി. വിദേശ നിർമ്മിത സാധനങ്ങൾ വിൽക്കുന്ന കടകളില് പിക്കറ്റിംഗ് ചെയ്യുക, അതങ്ങോട്ട് നശിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുത്തു. ഈ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂപപ്പെടുത്തുകയും അതിൻ്റെ നേതൃത്വം മിതവാദികളിൽ നിന്ന് തീവ്രവാദികളുടെ കയ്യിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
ഈ സ്വദേശീയ ബഹിഷ്കരണ പ്രസ്ഥാനം ഉണ്ടല്ലോ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം മിതവാദികളുടെ കയ്യിൽ നിന്ന് തീവ്രവാദികളുടെ കയ്യിലേക്ക് മാറാൻ തുടങ്ങി. അതുകൊണ്ട് 1906 എന്ന് പറഞ്ഞാൽ മിതവാദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1905 വരെയാണ്. 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് സ്വരാജ് അഥവാ സ്വയം ഭരണം എന്നതിന് ആഹ്വാനം ചെയ്യപ്പെട്ടത്. ഈ നിസ്സഹകരണത്തിന്റെയും നിഷ്ക്രിയ ചെറുത്തുനിൽപ്പിന്റെയും ആശയങ്ങൾ പിന്നീട് മഹാത്മാഗാന്ധി ഫലപ്രദമായി ഉപയോഗിച്ചു. അങ്ങനെ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചു എന്നർത്ഥം. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൽ ഉപയോഗിച്ച ഗാന്ധിയൻ ടെക്നിക്കുകൾ എന്ന് പറയാം. ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കുന്നതിനും ഇന്ത്യക്കാർക്കിടയിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മാർഗമായി സ്വദേശിവൽക്കരണം, അതേപോലെ തന്നെ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നീ ആശയങ്ങൾ മഹാത്മാഗാന്ധിജി അവതരിപ്പിച്ചു. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നിരസിക്കണം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ചർക്ക അല്ലെങ്കിൽ സ്പിന്നിങ് ചക്ര ഉപയോഗിച്ച് സ്വന്തം വസ്ത്രങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗാന്ധി പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ കൃഷി, ഭക്ഷ്യ ഉൽപാദനം, വ്യക്തിഗതം സ്വയം വികസനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം കാര്യങ്ങളിൽ അദ്ദേഹം ഈ സ്വാശ്രയത്തെ അത് കൃഷിയൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കുക. ബ്രിട്ടീഷുകാർ തരുന്ന അരി വാങ്ങിക്കേണ്ടെന്നർത്ഥം. നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെയാക്കി ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധമായി നടപ്പിലാക്കിയ ഈ തന്ത്രം ജനങ്ങളുടെ വ്യാപകമായ പങ്കാളിത്തത്തിലേക്ക് നയിച്ചു. അങ്ങനെ ആളുകള് ബ്രിട്ടീഷ് സർക്കാർ നിലനിൽപ്പിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിനെ ആശ്രയിക്കുന്നതിന് പകരം ഉപജീവനത്തിന് വേണ്ടി സ്വന്തം വിഭവങ്ങളിലേക്ക്, സ്വന്തം ആളുകൾക്കിടയിലേക്ക് തിരിഞ്ഞു. അത് ബ്രിട്ടീഷ് തന്ത്രങ്ങൾക്ക് കാര്യമായി പ്രഹരമേൽപ്പിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ബംഗാൾ വിഭജനം എന്താണ്, ആരെ നടപ്പിലാക്കിയത്, കഴ്സൺ പ്രഭുവിന് പിന്തിരിപ്പൻ നയങ്ങൾ എന്താണ്, അതിന്റെ സ്വാധീനം എന്താണ്, മഹാത്മാഗാന്ധി അതിനെങ്ങനെ ഉപയോഗിച്ചു, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.